റെക്കോർഡിംഗ് ഓൺ ആക്കി ക്ലാസ് ആയില്ലേ? കുറെ ആളുകൾക്ക് ഇനി ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന കുറെ ആളുകൾ ക്ലാസ് മിസ്സായി. മമ്മൂട്ടിയെ ഇഷ്ടമാണ്. ഞാൻ മമ്മൂട്ടിയുടെ ഇഷ്ടത്തിനെ കുറക്കാണ്. നല്ല മനുഷ്യനാണ്, അയാളെ ഇഷ്ടം കുറക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വ്യക്തിപരമായി പരിചയമുള്ള കൈ കൊടുത്ത മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള ബഹുമാനമുള്ള ആളാണ്. എന്നാലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇഷ്ടത്തിന് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കുറക്കാനുണ്ടോ? കുറക്കട്ടെ കുറക്കട്ടെ? ഒരാരും മുന്നണില്ല. കുറക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞ ആളുകൾ സംഭാഷണം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാൽ ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു തരണം കേട്ടോ. മമ്മൂട്ടി സുന്ദരനാണ്, എല്ലാം സുമുഖനാണ്. എന്താ കവിളൊക്കെ കാണാൻ എന്താ രസം. 73 വയസ്സാണ്, എന്നാലും ചെറുപ്പക്കാരനാണ്. ഇനി നമ്മൾ ആ മുഖത്തു നിന്നും ജസ്റ്റ് ഇങ്ങനെ ക്യാമറ കവിൾത്തടത്തിനും താഴേക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുപോവുക. മുഖമൊക്കെ സുന്ദരനാണ്, പക്ഷെ ഈ ഭാഗത്ത് അവിടെ വല്ലാതെ മേക്കപ്പ് പിടിക്കാത്ത ഭാഗമാണ്. അവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. എന്താണ് അവിടുത്തെ പ്രത്യേകത? ചുളിച്ചിൽ കാണുന്നുണ്ട് അല്ലേ? മതി, കഴിഞ്ഞു. ജസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇനി ചോദ്യം ഇതാണ്, ഇപ്പോ മമ്മൂട്ടിയോടുള്ള ഇഷ്ടമാണോ കൂടിയത്, ബഹുമാനമാണോ കൂടിയത്? ബഹുമാനം കൂടും. ബഹുമാനം കൂടും. കാരണം ഈ സമയത്ത് നമ്മളൊക്കെ മുക്കില് എന്നാൽ കാല് അല്ലെങ്കിൽ ഈ ആ പ്രായമുള്ള അതിനേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളൊക്കെ മരണക്കട്ടിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം ഇപ്പോഴും ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് അയാളോട് മതിപ്പ് കൂടും, ബഹുമാനം കൂടും. അയാളുടെ കൊച്ചുമകന് അല്ല പേരക്കുട്ടിയോടൊപ്പം ഇനി അയാൾക്ക് അല്ലാണ്ട് അഭിനയിക്കാനുള്ള കപ്പാസിറ്റി ഇനിയും അയാൾക്ക് ഉണ്ടാവും. നമ്മളും നമ്മൾ അബോധ മനസ്സിനൊന്നിങ്ങനെ എഡിറ്റ് ചെയ്ത് സ്ട്രോങ് ആക്കിയാൽ നമുക്കും അതിനേക്കാൾ അപ്പുറത്തേക്ക് എത്താൻ കഴിയും. ഇപ്പോ എന്നെ പരിചയമുള്ള കുറെ ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തില്. എന്നെ ഒരു 2012 കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2008 കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഒരു 88 കിലോ ഉള്ള ഒരാളായിരുന്നു ഞാൻ. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ 88 നിന്ന് ഞാൻ ഇപ്പൊ 68 ഇപ്പൊ സെലീനൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവുക ഒരു 82 കണ്ടിട്ടുണ്ടാവുക അല്ലെ സെലീന? പോയാ? ആ അടുക്കള പണിന്റെ അടിയിലാണ് ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ ആളുണ്ടെന്ന് കരുതി നമ്മൾ സംസാരിക്കും. എന്റെ വെയിറ്റിനെ ഞാൻ കുറച്ച് കൊണ്ടുവന്നത് ഭക്ഷണത്തിനെ മാത്രം കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ നാട്ടിലെ ചങ്ങായിമാർ ചോദിക്കുന്ന ചോദ്യം പ്രഷർ ഉണ്ടോ, പ്രമേഹം ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും. നമുക്ക് ഇനിയും ജീവിക്കണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഭക്ഷണത്തിന് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിനെയും കൊഴുപ്പിനെയും ഒക്കെ ഒന്ന് ഇങ്ങനെ ഒഴിവാക്കി കൊണ്ടുവരാൻ പറ്റും. അതാണ് ഞാൻ അപ്ലൈ ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഒന്നും കൂടെ മാറ്റിയാൽ നമുക്കൊന്നും കൂടെ മെച്ചപ്പെടാൻ കഴിയും. ഇനി നിങ്ങളെ കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ മാസ്റ്ററിൽ ചില ആളുകൾ 10 ആളുടെയും 15 ആളുടെയും ശക്തിയൊക്കെ എനർജിയൊക്കെ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത്. അതേ സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഈ വിറയൽ കാരണം അയാൾക്ക് പേടിയുണ്ടാവും. ഇയാൾ വിൽക്കാൻ പോകണമെന്ന് വെച്ചിട്ട് ഒരു കണ്ണ് നോക്കിയിട്ട് ഇങ്ങനെ നോക്കണുണ്ടാവും. കാരണം പവർ ഇങ്ങോട്ട് കൂടി, നമുക്ക് തന്നെ ശക്തി കൂടിയിട്ട് നമ്മൾ തന്നെ എന്താണ് പറയാ മറിഞ്ഞു വീണ് പോകുമോ എന്നുള്ള ഭയം വരെ വരുന്ന സീനുകൾ ഉണ്ടാവും. അതായത് നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഒരു സിസ്റ്റന്റെ ടൈം ലൈൻ തെറാപ്പി എന്ന് പറയും. എനിക്ക് കുട്ടിക്കാലത്ത് കിട്ടാത്ത കുറെ ശക്തികൾ, കുറെ കഴിവുകൾ, അതൊക്കെ നമ്മൾ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെ. ആദ്യം പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഇതുപോലെ ഒരു കമ്പ്യൂട്ടറിന്റെ കാര്യം പറയുമ്പോൾ 72 കമ്പ്യൂട്ടറിന് ആലോചിച്ച് നോക്കാം. ആ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ഇന്നത്തെ പ്രോഗ്രാം അല്ല, അന്നത്തെ പ്രോഗ്രാം. ഒരു ഇൻസ്റ്റാളേഷൻ ഒരാളെ കയ്യിലുള്ള ഒരു കഴിവിനെ കോപ്പി ചെയ്യാൻ കഴിയുമെന്ന സിസ്റ്റമാണ് NLPന്റെ സ്റ്റാർട്ടിങ്. മോഡലിംഗ് എന്ന് പറയും. ഒരാൾ മോഡൽ ചെയ്താൽ അതുപോലെ നമുക്കും ആവാൻ കഴിയുന്നതാണ്. അല്ല, അതിനേക്കാൾ മികച്ച ആളാവാൻ നമുക്ക് കഴിയുന്നതാണ് NLPന്റെ തത്വം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ NLP വളരെ പവർഫുൾ ആയിട്ട് വന്നതോടുകൂടെ തന്നെ വലിയൊരു കൊലപാതകത്തിന് ഇത് ഇതിനൊരു നെഗറ്റീവ് എനർജി വരുന്നുണ്ട്. ഏതിന്? നമ്മൾ NLPക്കെതിരെ. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ റിച്ചാർഡ് ബാൻഡലർ. അദ്ദേഹം ഒരു കൊലപാതക കേസിൽ പ്രതിയായി. അത് അല്ലാതെ പുറത്തറിയാത്ത കേസാണ്. അദ്ദേഹം ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ കൊലപാതക കേസിൽ പ്രതിയായപ്പോൾ ഇദ്ദേഹം ജസ്റ്റ് ദൂരെ നിന്നിട്ട് തന്നെ ഇദ്ദേഹത്തിന്, അതായത് ആരാണോ കേസ് വിധിക്കേണ്ടത് ആ ജഡ്ജിയെ ഇദ്ദേഹം ഒന്ന് ജസ്റ്റ് ദൂരെ നിന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്യാൻ അയാളുടെ മൈൻഡിലുള്ള ഇദ്ദേഹത്തോടുള്ള വെറുപ്പിനെ ഇഷ്ടമാക്കി മാറ്റുന്ന ചെറിയൊരു സാധനം, ഒരു ലൂപ്പ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് പോലെ ഒരു സാധനം ഇട്ടു. ആ കാരണത്താൽ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശ്നത്തിന് ജഡ്ജിക്ക് കാണാൻ കഴിഞ്ഞില്ല.
ഇദ്ദേഹത്തെ വെറുതെ വിട്ടു എന്നാണ്. ഇവരാദ്യം എഴുതിയ പുസ്തകമുണ്ട്, റിച്ചാർഡ് ബാൻഡറും ജോൺ ടിൻഡറും കൂടി എഴുതിയത് ദ പവർ ഓഫ് മാജിക് എന്നുള്ളത്. മാജിക്കാണ് വിഷയം വരുന്നത്. ആ മാജിക്കിനെ അറബിക്ക് പറയുമ്പോൾ സിഹിർ എന്നാണ്. സിഹിർ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആഭിചാരം എന്നാണ് മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. മാജിക്കിനെ സിഹിറാക്കിയിട്ട്, അത് അങ്ങനെയാണ് ഗൾഫ് നാടുകളിലൊക്കെ NLP ആദ്യകാലങ്ങളിൽ നിരോധിക്കേണ്ടായ കാരണം. അപ്പോൾ മാജിക്കൽ ഈ ബുക്ക് എഴുതും ചെയ്തു. ഈ കേസിൽ നിന്ന് യഥാർത്ഥ കേസിൽ പിടിക്കപ്പെടേണ്ട സമയത്ത് ഇദ്ദേഹം ഊരിപ്പോരുകയും ചെയ്തതോട് കൂടെയാണ് NLPയെ പോസിറ്റീവായി എടുക്കുന്നതിന് പകരം നെഗറ്റീവായിട്ട് എടുത്തത്. അപ്പൊ ഇതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന തെറ്റിദ്ധാരണ വരുത്തി. പക്ഷെ ഇപ്പം കുറേ ആളുകൾ ഇന്നിങ്ങനെ ഗവേഷണം നടത്തുന്നതുകൊണ്ട് പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മനസ്സിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്കാലത്ത് പേടിച്ച, അതായത് മാതാവിന്റെ ഗർഭത്തിൽ എത്തിയ ആ നിമിഷം മുതലോ അല്ലെങ്കിൽ 7 തലമുറ നമുക്ക് മുന്നിലോ എന്തെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭയം ഇങ്ങനെ കൂടിക്കൂടി വരും. ഒരു ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു 3 മാസം പ്രായമുള്ള സമയമാണ്. ആ സമയത്ത് എൻ്റെ മാതാവ് വയറടിച്ച് വീഴുകയോ അല്ലെങ്കിൽ മലർന്നടിച്ച് വീഴുകയോ ചെയ്തു. എൻ്റെ അമ്മ വീണു ഇല്ല കേട്ടോ, ഞാൻ ആ ഊഹം പറയാം. എങ്കിൽ അങ്ങനെ വീണിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ എല്ലാവരും പേടിക്കും. എല്ലാവരും പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഭയപ്പെടും. ചിലപ്പോൾ എനിക്ക് ശ്വാസം കിട്ടൂല. എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇടി പൊട്ടി നോക്കുക, ഇടി പൊട്ടിയ ശബ്ദം കേട്ടാൽ തന്നെ എനിക്ക് ശ്വാസം കിട്ടിയില്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ ചില ആളുകളിൽ അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ബേസിക് ഉണ്ടാവും സാധനം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കൗൺസിലിംഗ് അല്ല നമ്മളെ ക്ലാസ്സിൽ വന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പിന്നെ ശ്വാസം കിട്ടൂല, ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വരും. പഠിക്കണ നല്ലൊരു കുട്ടിയായിരുന്നു. ആ പഠിക്കാനും കഴിയില്ല, എക്സാമിനും കഴിയില്ല, അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ വന്നിരുന്നു. പിന്നെ ലാസ്റ്റ് ആ കുട്ടിയും കുട്ടിയുടെ മാതാവും ചങ്ങാതിമാരും ഒക്കെ നമ്മളെ ക്ലാസ്സിൽ മാസ്റ്റർ വരെ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പേടിക്കാണ്ടായ കാരണം വെച്ചാൽ ഈ മാതാവ് കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഭർത്താവ് വന്നിട്ട് മാതാവിനെ സോഫയിലിട്ടിട്ട് ചവിട്ടാണ്. അപ്പോ മാതാവിന്റെ ബോധം നഷ്ടപ്പെട്ടു. കുഞ്ഞ് കുറച്ച് ദൂരത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. ഇത് കുഞ്ഞിനറിയില്ല. അപ്പൊ ഈ വായന്റെ ഉള്ളില് പാല് കെട്ടിയിട്ട് ശ്വാസം കിട്ടാതെ കുട്ടി കുറെ നേരം എന്താ പറയാ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇത് കുഞ്ഞിനും അറിയില്ല, മാതാവിനും ഏതായാലും ഓർമ്മയില്ല. കാരണം മാതാവിന് ഈ ചവിട്ട് കിട്ടിയോട് കൂടെ തന്നെ ബോധം നഷ്ടപ്പെട്ടതാണ്. പിന്നെ ഇങ്ങനെ അപസ്മാരത്തിന്റെ ഒരു സിസ്റ്റം അല്ല, വേറെന്തൊക്കെയോ ഒരു രൂപമായി കുട്ടി മാറിയത് നമ്മളെ ബേസിക് ക്ലാസ് നടക്കുമ്പോൾ തന്നെ കണ്ടു. ആ കണ്ടതോട് കൂടിയാണ് പിന്നെ നമ്മൾ ആ കേസ് പഠിക്കുന്നതും ആ കേസിന്റെ ബേസിക് കാര്യം, അതായത് റൂട്ട് കോസ് എന്ന് പറയുന്നത്. ഈ റൂട്ട് കോസ് കണ്ടെത്തുന്നത് നമ്മൾ ഈ കേസും വേണം. അപ്പോൾ അതോടുകൂടെ കുട്ടി എന്ത് ചെയ്യാൻ റിലാക്സ് ആവുകയാണ്. പിന്നെ ആ ശേഷം ആ കുട്ടിക്ക് ആ പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ ദിവസം ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചിരുന്നു, അതുവരെയും അയാൾക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള നമുക്ക് പോലും ഓർമ്മയില്ലാത്ത ചില കേസുകളുടെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വളരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ആ വളർച്ച കാരണത്താൽ എന്തിനേയും നമുക്ക് ഭയമായിരിക്കാം. പിന്നെ 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 നമ്മൾ അങ്ങനെ റിക്കവർ ആയിട്ട് വരും. ആ റിക്കവറായി വരുന്നത് ഒരു കാരണം പാമ്പിനെ പേടി. എങ്ങോട്ട് ഈ പാമ്പിനെ പേടി? അത് വേണ്ട. പാമ്പ് ഏതായാലും എല്ലാവർക്കും പേടിയുണ്ട്. സർപ്പാണെന്നല്ല ഓർമ്മ ഉണ്ടാവും. മാത്രമല്ല എന്നെ വേറൊരു വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞുകൊണ്ട് അതവിടെ വിട്ടു. ഇനി മഴയെടുക്കാം. മഴ കൊണ്ടാൽ എന്താ പിടിക്കാം? എന്താ നിങ്ങളുടെ അഭിപ്രായം? മൈക്കൊന്ന് ഓണാക്കിയിട്ട് പറഞ്ഞാണ്, മഴ കൊണ്ടാൽ എന്ത് സംഭവിക്കും? റാബിയാണ് ഇപ്പൊ ലാസ്റ്റ് വന്ന ആള്. റാബി മഴ കൊണ്ടാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല. വെരി ഗുഡ്. മഴ കൊണ്ടാ പനി പിടിക്കുന്ന നമുക്ക് പേടി നമ്മളെ മനസ്സിലേക്ക് കയറി കൂടിയിട്ടുണ്ട്. അത് കാരണം നമുക്ക് അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വരാനുള്ള സാധ്യത. അതേസമയം ഇപ്പൊ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ മാൽദീവ്സിലൊക്കെ മഴയും കൊണ്ടുകൊണ്ടാണ് എല്ലാവരും നടക്കുക. അവിടെ മഴക്കാലം എന്നുള്ളൊരു കാലമില്ല, എല്ലാ കാലത്തും മഴ പെയ്യും. അവിടെ എല്ലാവരും മഴയും കൊണ്ട് നടക്കണം, അവർക്കൊന്നും യാതൊരു പ്രശ്നം വരുന്നില്ല. തീർച്ചയായിട്ടും. മെഹബൂബ്, ദ ഗ്രേറ്റ് വേർഡ്സ് നിങ്ങൾ തന്നത് ഇപ്പൊ ഏറ്റവും വലിയ വേർഡുകളാണ്. ഞാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങളിങ്ങനെ വിടൽസ് വിടാനും ചില ആൾക്കാർ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. മനുഷ്യൻ നമ്മൾ മഞ്ഞ് കൊള്ളണം, മഴ കൊള്ളണം, പിന്നെന്താ പറയുക, മണ്ണ് പൊടിയായിട്ട് വരികയാണെങ്കിൽ അതും കൊള്ളണം. പക്ഷെ ഇതൊക്കെ അലർജി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഏറ്റവും ശുദ്ധമായ വെള്ളം ഏതാ? മമ്മൂട്ടിക്ക, എന്താ നിങ്ങളെ അഭിപ്രായം? ഏറ്റവും ശുദ്ധമായ വെള്ളം ഏതാ? മഴവെള്ളമാണ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. എത്ര കാലം നമുക്ക് മഴവെള്ളം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും? എന്ത് രസമാണ്. വെള്ളത്തിന് ടേസ്റ്റ് കൂടുതലാണ്.
ആ വെള്ളം കൊണ്ടാലാണ് അത്രയും ആളുകൾക്ക് ജലദോഷം പിടിക്കണത്, കുറെ ആളുകൾക്ക് പനി പിടിക്കണത്. എന്നാ നമ്മളെ ടാങ്ക്, ആ വീടിന്റെ ടെറസിന്റെ മേലുള്ള ടാങ്ക് എന്ന് കഴുകിയതായിരിക്കും? എന്നോ കഴുകിയതായിരിക്കും. അതിന്റെ അടിയിലുള്ള ഉച്ച് അല്ലെ, അതിലുള്ള വെള്ളം ശരിക്കും തലയിൽ കൊണ്ടാലാണ് നമുക്ക് ജലദോഷം പനിയും പിടിക്കേണ്ടത്. അത് ഷവറിന് ചോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കൊള്ളും, നമ്മൾ സോപ്പും തേച്ച് നമ്മൾ കുളിക്കും ചെയ്യും, എന്നിട്ട് നമുക്ക് പനിയൊന്നുമില്ല. തല തോർത്തി നടക്കും, ചില ആൾക്കാർ തോർത്താതെ നടക്കും, എന്നിട്ട് നമുക്ക് പനിയോ ജലദോഷമോ ഒന്നുമില്ല. എന്നാ ഈ ശുദ്ധമായ മഴവെള്ളം വരുമ്പോൾ നമുക്ക് പനി പിടിക്കുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ, മെഹബൂബ് പറഞ്ഞതുപോലെ, നമ്മുടെ ഉള്ളിൽ കിട്ടിയ ചില നിർദ്ദേശങ്ങൾ നമ്മളുടെ അബോധ മനസ്സ് സ്വീകരിക്കും. നമുക്കല്ല കുഴപ്പം, നമ്മളെ ഈ അബോധ മനസ്സിനാണ് കുഴപ്പം. അപ്പോ ഗ്രാൻഡ് മദർ നമ്മളെ വളർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാൻഡ് മദറിന് അമ്മമ്മ അല്ലെങ്കിൽ വല്യമ്മയെ വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അവർ തന്ന വാക്കുകൾ നമുക്ക് വലിയ വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എവിടെ ഉണ്ടാവുക? ഈ ഹൃദയത്തിലല്ല, നേരത്തെ പറഞ്ഞ പോലെ അൺകോൺഷ്യസ് മൈൻഡിൽ സാധനം കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ മഴപ്പാറിൽ കൊള്ളുമ്പോൾ അവർ തന്ന വാക്ക് പ്രകാരം മഴ കൊണ്ടാ മോനെ ജലദോഷം പിടിക്കും, പനി പിടിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി മഴ കൊണ്ടു, ഇനി അടുത്ത പരിപാടി പനി പിടിക്കണം, ജലദോഷം പിടിക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഈ അബോധ മനസ്സിന് കിട്ടിയ നിർദ്ദേശങ്ങൾ, നമ്മളെ വിശ്വാസങ്ങൾ, ഇങ്ങനതിനൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെന്നെ വേണം? ഒരു എഡിറ്റിംഗ്, ഒരു ടൂള് വേണം. അതിന് പറ്റിയ പവർഫുൾ ടൂളാണ് NLP. അപ്പോ ഇത് നിങ്ങൾ ചെയ്യണം നിർബന്ധമല്ല, പക്ഷെ ഇങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ ഇപ്പൊ ചെയ്യണം നിർബന്ധമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടെന്ന് കേട്ടാൽ, ഇന്ന് സമയമല്ലെങ്കിൽ അന്ന് നിങ്ങൾ അങ്ങനത്തെ ക്ലാസ്സുകൾ, എൻ്റെ ക്ലാസ്സിൽ തന്നെ വരണമെന്നില്ല. ഇനി ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുന്നേ വന്ന ക്ലാസ്സിൽ നിങ്ങൾക്കല്ല കേട്ടോ പ്രധാന ക്ലാസ്, എങ്ങനെ ക്ലാസ് കൊടുക്കണമെന്ന് ഞാനിപ്പോൾ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി പുതുതായി പഠിക്കാൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൂടെ പോയിട്ടൊക്കെ പഠിക്കുകയും ചെയ്യാം. അല്ല, ഇനി നമുക്ക് ഒരുമിച്ചിരിക്ക് പഠിക്കുകയാണെങ്കിൽ ഇനി ഈ 25ഉം 26ഉം തീയതികൾ നമുക്ക് കോട്ടക്കൽ ഒന്ന് ഒത്തുകൂടുകയും ചെയ്യാം, മലപ്പുറം കോട്ടക്കൽ. അപ്പോൾ അതിന്റെ ദിവസങ്ങളും സമയങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു എഡിറ്റിംഗ് നമുക്ക് ചില സമയങ്ങളിൽ ആവശ്യം വരും. അപ്പോൾ കുട്ടിക്കാലത്ത് കിട്ടാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ നടത്തുന്നതാണ് നമ്മളെ മാസ്റ്ററിലെ ഒരു ടൂള്. ആ ടൂള് കിട്ടുമ്പോൾ തന്നെ നമുക്ക് 10 ആളെ ശക്തിയൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് തോന്നും. ആ കിട്ടിയില്ല എന്ന് തോന്നുന്ന ആളുകൾ പിന്നെ വീട്ടിൽ പോയാൽ വെറുതെ ഇരിക്കാൻ തോന്നില്ല. അതായത് നമ്മളെ ഹാബിറ്റ്, നമ്മുടെ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ, ഈ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പില്ലാത്തൊരു സ്വഭാവം ഇപ്പൊ നമുക്കുണ്ട്. പരമാവധി നമ്മൾ വാട്സപ്പില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റഗ്രാമില്, ഇനി പുറത്ത് പറയാത്ത വേറെ കുറേ ആപ്പുകളുണ്ട്. ആ ആപ്പിലൊക്കെ നമ്മൾ ആപ്പായി കിടക്കുകയാണ്. അതായത് നമ്മുടെ സമയങ്ങളുടെ ഭൂരിപക്ഷവും അവരാണ് എടുത്തു കൊണ്ടുപോകുന്നത്. നമ്മുടെ വളർച്ച അവിടെ മുരടിച്ചിട്ടുണ്ട്. നമ്മുടെ വളർച്ച ഇനിയും നമുക്ക് ഉയരണമെങ്കിൽ നമ്മൾ ചില സ്വഭാവങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഒരാളുടെ സപ്പോർട്ട് വേണം. എൻ്റെ സ്വഭാവം മാറ്റാൻ എനിക്ക് നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ സപ്പോർട്ട് വേണം. കാരണം എനിക്കും ഉണ്ടാവും ഒരു സ്വഭാവം. ഇപ്പൊ ഞാനൊക്കെ ഒരു ഉദാഹരണം ചെയ്യാണ്, ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? ഇതവിടെ വെച്ചിട്ട് ഞാൻ വാട്സപ്പിൽ നോക്കും. വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ആൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ അതിൽ നോക്കും. അപ്പോഴേക്ക് എൻ്റെ എന്താ പറയുക, ഒരാൾ വാട്സപ്പിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ടാവും ഫേസ്ബുക്കിലേക്ക്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലേക്ക് പോയിട്ടുണ്ടാവും. അവരുടെ ഇപ്പം ഫേസ്ബുക്കിൽ പോകുമ്പോഴേക്കാരം പിന്നെ വേറൊരാൾ, ചുരുക്കി പറഞ്ഞാൽ ഞാൻ എവിടെയാണോ നിൽക്കുന്നത്, എൻ്റെ ലക്ഷ്യം എന്താണോ, എൻ്റെ സമയം എന്താണോ, ഇതൊക്കെ ഞാൻ മറന്നു വെച്ച് ഞാൻ ഇങ്ങനെ സമയം കളയാ ചെയ്യും. ഇത് എൻ്റെ അസുഖമാണെങ്കിൽ നിങ്ങളിൽ എത്ര ആൾക്കുണ്ട് ഈ അസുഖം? ഉണ്ടോ? ഇല്ലേ? ഉണ്ട് മിക്കവാറും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതായത് അതിൽ നിന്ന് നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും ബാക്കി വെക്കാൻ കഴിയില്ല. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു, ജീവിച്ചു, എന്തെങ്കിലും തെളിവ് വെക്കണ്ടേ? 2 കുട്ടികൾ തെളിവല്ലല്ലോ, അതൊന്നും തെളിവല്ല. നമുക്ക് സൊസൈറ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ. നമുക്കതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ്, ഇതുവരെ വീട് അല്ലെങ്കിൽ എൻ്റെ കുടുംബം, അങ്ങനെയൊക്കെയാണ് കുറേ ചിന്തകളെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കാറ്, സ്വന്തം കാര്യങ്ങൾ മാത്രമായിരുന്നു. ആ സ്വന്തം കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തിലേക്കൊക്കെയോ നമുക്കൊന്ന് ലക്ഷ്യങ്ങളെ, നമ്മൾ ജനിച്ചതും ജീവിച്ചതും വേറെ കുറെ മനുഷ്യജീവികൾക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ ഉപകാരപ്പെടണം. അങ്ങനെ ഒന്ന് വിശാലമായി ചിന്തിച്ചു തുടങ്ങണം. ഞാനിപ്പോ ഇന്ന് നിങ്ങളെ കണ്ട്, ഇനി ചിലപ്പോൾ ഒരുപക്ഷെ നാളെ കണ്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു നിർദ്ദേശം തരികയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു മരമെങ്കിലും നിങ്ങളെല്ലാവരും
ഈ ക്ലാസ്സിന്റെ ഫലമായിട്ട് നിങ്ങൾ നട്ടുപിടിപ്പിക്കണം. എവിടെയെങ്കിലും, സ്വന്തം വീട്ടിലായാലും കുഴപ്പമില്ല, വെറും മരമല്ല, ഒരു ഫ്രൂട്ട്സ് തരുന്ന ഒരു മരം, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിന്റെ ഒരു തൈ ഈ ക്ലാസ്സിന്റെ ഓർമ്മക്കായി നിങ്ങൾ വെക്കണം. വെക്കുവോ എവിടെയെങ്കിലും? ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഒരാൾ സമ്മതിച്ചു. അടുത്ത ആള് സഫ്വാനോ മുണ്ടണോ എന്തെങ്കിലും വാക്കുകൾ തുറന്ന് പറഞ്ഞാണോ? ഒരു മരം നിങ്ങളെ വീട്ടിൽ നട്ടോള്, നാട്ടുകാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിലോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഫ്രൂട്ട്സിന്റെ മരങ്ങൾ നടണം. സഫ്വാനോ പെട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. മുഹമ്മദ് കുട്ടിക്ക? ഓക്കെ ഓക്കെ ഓക്കെ. സഫീദ്, പണിയുണ്ട്. മുഹീദ്ദീൻ, അബ്ദുറഹീം, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. 10 മിനിറ്റ് കൂടി സമയം ബാക്കിയുണ്ട്. അപ്പോഴേക്ക് നമ്മൾക്ക് പറഞ്ഞു തുടങ്ങാനുള്ള വിഷയത്തേക്ക് എത്തിയില്ലല്ലേ? എന്നെ മുന്നേ തന്നെ നമുക്ക് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ തൽക്കാലം വീഡിയോ ഓൺ ആക്കിയവരോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ചെയ്യണം ഒരു മരമെങ്കിലും. എന്തിനാ മരം എന്നല്ല, അതുകൊണ്ട് ഉപകാരം എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് ശേഷം ആ മരം അവിടെ നിൽക്കും കുറച്ചു കാലെങ്കിലും. ഫ്രൂട്ട്സ് ആണെങ്കിൽ ആരും നശിപ്പിക്കൂല. നല്ല രസകരമായ പഴമാണ് അതിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ ആ ഫ്രൂട്ട്സ്, ആ മരത്തിന് ആരും നശിപ്പിക്കൂല. അതിനെ ആളുകൾ സംരക്ഷിക്കാനുണ്ടാവും. എത്രയോ ജീവജാലങ്ങൾക്ക്, കാരണം ഒരു കിളിക്കൊരു ചെടി നോക്കാൻ പറ്റില്ലല്ലോ, എത്രയോ കിളികൾക്ക് അതൊരു ഭക്ഷണമായിട്ട് മാറും. ഇൻഷാ അല്ലാ എന്നൊരാൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ ടൈപ്പ് ചെയ്താണ് ഞങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയാലോ. അപ്പോൾ ഒരുപാട് ജീവജാലങ്ങൾക്ക് ഒരു ഉപകാരമുള്ള ഒരു ചെറിയൊരു സാധനമാണ് ഒരു മരം. ഒരു മരമെങ്കിലും എന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ആ റിപ്ലൈ കിട്ടുമ്പോൾ സമാധാനമായി. നിങ്ങളൊക്കെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എവിടെയെങ്കിലും ഒരു ധ്വനി, എന്താ പറയാ, ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഈ വാക്കുകൾക്ക് എന്ന് കേട്ടാൽ തന്നെ മനസ്സമാധാനമായി. ഞങ്ങൾ ക്ലാസ് നിർത്താൻ നേരത്താണ് ഇപ്പൊ ഷെരീഫൊക്കെ കയറി വന്നോളി. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ അബോധ മനസ്സ് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ കുടുങ്ങിക്കിടക്കുന്നതിനൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരു സിസ്റ്റം വേണ്ടി വരും. അതിൽപ്പെട്ടതാണ് NLP. NLPയിൽ തന്നെ ഞാൻ വെറും NLP മാത്രമല്ല ചെയ്യല്, ഞാൻ പഠിച്ച വേറെ കുറേ തന്ത്രങ്ങളുണ്ട്. അതെല്ലാം ഇതിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോ നിങ്ങൾ പല ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല, സിനിമന്റെ പേര് മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ? ആ സിനിമയില് പിന്നെ ശോഭന ഒരാളെ കൊല്ലുന്നുണ്ട്, ഡമ്മിയെ വെച്ചിട്ട്. കണ്ടിട്ടുണ്ടാവോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അതുപോലത്തെ ചില സീനുകളൊക്കെ നമ്മളെ മാസ്റ്ററിൽ ഉണ്ടാവും. അത് പിന്നെ NLPന്റെ എവിടെയെങ്കിലും എടുത്തുള്ളു പോയാലൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, അത് കിട്ടൂല. അതുപോലെ തന്നെ ഗസ്റ്റാൾട്ട് തെറാപ്പിന്റെ ഭാഗങ്ങൾ ഉണ്ടാവും. നമ്മുടെ NLPയിൽ ബേസിക്കലല്ല കേട്ടോ, അതൊക്കെ മാസ്റ്ററില വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അഡ്വാൻസ് കോഴ്സിൽ വരുമ്പോൾ തന്നെ TNന്റെ ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ വേറെ കുറെ കോഴ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തതിന്റെ, ഞാൻ പഠിച്ച ചില പാഠങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു NLPന്റെ ബേസിക്കിലോ അല്ലെങ്കിൽ അഡ്വാൻസിലോ വന്ന സിസ്റ്റം, മാസ്റ്ററിലോ വന്ന സിസ്റ്റം അടുത്തതിൽ വളരെ സിസ്റ്റം മാറ്റിയിട്ടായിരിക്കും ഞങ്ങൾ കൊണ്ടുവരിക. ചിലപ്പോൾ ടോപ്പിക് ഒന്നായിരിക്കും, വ്യത്യസ്തം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മാത്രം തന്ന വാക്കാണ്, നിങ്ങൾ മാസ്റ്റർ വരെ അറ്റൻഡ് ചെയ്യുക. മാസ്റ്റർ വന്നിട്ട് നിങ്ങളെ ക്ലാസ് മെച്ചപ്പെട്ടിട്ടില്ല എന്ന് തോന്നുകയാണ്, എനിക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ആളുകളുടെ ഫീസ് ലാസ്റ്റ് വരെയുള്ള ഫീസ് ഞാൻ തരും. എന്നാൽ നിങ്ങളുടെ സമയം ചെലവഴിച്ചത് നിങ്ങളാണ്, അതെനിക്ക് തിരിച്ചു തരാൻ കഴിയില്ല. അത് മാത്രം കൊണ്ട് പറയണം. ഓക്കെ, ഞാൻ ജസ്റ്റ് പിന്നെ മെഡിറ്റേഷൻ തരാം. ഇനി ബാക്കി ഞാൻ ഇതിൻ്റെ NLPന്റെ എന്തെല്ലാം ഉപകാരങ്ങൾ എന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു PDF ആയിട്ട് തരും ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, എൽബിന് ഞാൻ തീരെ കാണാത്ത ഒരാളാണെന്ന് തോന്നുന്നു. എബിനാണ് അല്ലേ? എബിൻ ഞാൻ തീരെ പരിചയമില്ലാത്ത ഒരാളാണ്. അതുപോലെ സുഫൈർ, ഷിറാസ്, റാബിയ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് ഓണാക്കിയിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരും, ഒന്ന് കാണാൻ, എവിടുന്നെങ്കിലൊക്കെ വന്നാലൊന്ന് കാണാലോ. ഇതാ മെഹബൂബ് അലി പോയി വീണ്ടും വരികയാണോ? എന്താ സംഭവിച്ചു? നിങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് പറ്റുമെങ്കിൽ ഓണാക്കാൻ പറ്റുമെങ്കിൽ ഓണാക്കി. സാംസങ് എന്നുണ്ട് ഒരാള്, സൗദാബി ഉണ്ട്. വീഡിയോ ഓണാക്കാൻ പറ്റുമെങ്കിൽ ഓണാക്കുക, അല്ലെങ്കിൽ സൗണ്ട് എങ്കിലും ഓണാക്കിക്കോളി. ഒരു 6 കാണുന്നുണ്ട്. ആരാണ് ഈ 6 എനിക്ക് അറിയണില്ല. അബ്ദുറഹീം, മാഷാ അല്ലാ. എവിടെയാണ്? ദുബായിലോ അതോ? അതെ അബുദാബിയാണ്. അബുദാബിയിലാണ്. താങ്ക് യു. ഓ, നമ്മളെ സംസാരം എവിടൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? താങ്ക് യു. ഓക്കെ, എൽബിൻ അല്ലേ? എബിനോ? ആരാണ്? സഫീദ് ലേറ്റും കൂടി ഇട്ടോളൂ. എബിൻ. വെരി ഗുഡ്. എബിൻ നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നല്ലോ അല്ലേ? എബിൻ
ഇല്ല സാറേ, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ മിസ്സാക്കിന് ക്ലാസ്സുകളൊക്കെ. അയ്യോ അയ്യോ സോറി ആ സാറേ. വീട് എബിന്റെ വീട് ഞാൻ തൊടുപുഴയാണ്. ഞാൻ തൊടുപുഴ. പണ്ട് താമസിച്ചത് കോട്ടക്കലായിരുന്നു. ഇപ്പൊ തൊടുപുഴ, നാട് തൊടുപുഴയായിരുന്നു. ഓക്കെ ഓക്കെ. ഇനി കോട്ടക്കൽ വരാൻ കഴിയെങ്കിൽ വരണം കേട്ടോ. അത് നമുക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം നടത്തുകയാണ്. വരാൻ നോക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. 25-ാം ഒരു തീയതി പറ്റില്ലായിരിക്കും. 5 വേറെ മിനിറ്റിന്റെ സെഷനാണ്. ഞാൻ അങ്ങനെ ചെയ്യണോ അതോ നമുക്കിത് പിന്നെ കട്ടായ ശേഷം തിരിച്ചു വരണോ? അങ്ങനെയാണോ അതോ നാളെ ചെയ്താൽ മതിയോ ഒരു മെഡിറ്റേഷൻ? എന്താ നിങ്ങളുടെ അഭിപ്രായം? മെഡിറ്റേഷൻ ചെയ്യാൻ കട്ടായിട്ട് വരികയാവുന്നല്ലേ സാർ? അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ രസം നിങ്ങൾക്ക് മിസ്സായി വരും അല്ലേ? മുമ്പത്തെ ആളുകൾക്ക് അതിന്റെ വാല്യൂ അറിയാം. അതാണ് സെലീന, ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിച്ചില്ല, അപ്പൊ അപ്പോഴും എന്തെങ്കിലും ഉണ്ടായി? എനിക്കൊന്ന് കട്ടായി പോയി, ഞാൻ കേറിയതാ. നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ടാകുന്ന ആളായിരിക്കും? എങ്ങനെ? നിങ്ങൾ എന്നെ പരിചയമുള്ള സമയത്ത് എത്ര വെയിറ്റ് ഉള്ള ആളായിരിക്കും ഞാനെന്ന്? ഏകദേശം ഒരു ഇപ്പൊ കാണുന്നതിന്റെ ഇരട്ടിയായിട്ട് തോന്നിയത് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ എനിക്ക് കുറക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെയും നിങ്ങളുടെ ശരീരം ഓരോ ആളുകളും ശരീരത്തിനെ സൂക്ഷിച്ച് തുടങ്ങണം കേട്ടോ. അപ്പൊ നമുക്കിന്ന് മെഡിറ്റേഷൻ ഇത് കട്ടായ ശേഷം നമുക്ക് ഒന്നും കൂടെ തിരിച്ചു വരാം. എന്നിട്ട് ശേഷം മെഡിറ്റേഷൻ ഇരിക്കാം. അപ്പോ പിന്നെ അമ്മമാരുണ്ടെങ്കിൽ മക്കളെയൊക്കെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് സ്വസ്ഥമായി മരിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുക കേട്ടോ. മരിക്കാൻ തയ്യാറായിട്ട് ഒരു പുതിയൊരു സിസ്റ്റം ഞാൻ തരാം. അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മരിക്കാൻ തയ്യാറാകാൻ ജസ്റ്റ് ഒരു മരണത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ നമ്മളെ വാല്യൂ ഉള്ളൊരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ നാടിന് ഈ രാജ്യത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആഗസ്റ്റ് 15 ആഘോഷിച്ചു. ആഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ആരൊക്കെയോ അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ട് കിട്ടിയ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ എന്താണ് അഹങ്കരിച്ച് നടക്കുന്നത്. എന്നാൽ കിട്ടിയ സ്വാതന്ത്ര്യം ഇപ്പോഴും നമ്മളെ രാജ്യം ഒരുപക്ഷെ കള്ളന്മാരെ കയ്യിലായിരിക്കാം, കൊള്ളക്കാരെ കയ്യിലായിരിക്കാം. നമ്മൾ നമ്മളുടെ കർത്തവ്യം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഇനിയും ചെയ്യാനുണ്ടെന്നർത്ഥം. എല്ലാം തികഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ചിന്ത ഇതുവരെ ഞാൻ, എൻ്റെ കുട്ടി, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് നമ്മൾ ഒന്നും കൂടെ വിശാലമായി ചിന്തിച്ച് തുടങ്ങണം. എൻ്റെ നാട്, എൻ്റെ രാജ്യം, ഇങ്ങനെ കുറെ ചിന്തകൾ നമുക്ക് കയറേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന ചിന്തയും നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാനും കഴിയും. മറ്റേ നമ്മൾ അങ്ങനെ ജീവിച്ചു പോകും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമയത്തിന് അങ്ങനെ ഫേസ്ബുക്കും വാട്സപ്പും കൊണ്ട് കൊണ്ടുപോയി പിന്നെ കാലനോ പിന്നെന്താ പറയേണ്ടത് അസറായിലോ പിന്നെ ആരാ വേണ്ടത് എബിൻ പിന്നെ നമ്മളെ മരണം കൊണ്ടുപോകുന്ന ആളെ കുറിച്ച് ആ മാലാഖയെ കുറിച്ച് പറയാം. എബിനെ ലൂസിഫർ ആണോ? എനിക്കറിയില്ല. ലൂസിഫർ അല്ലെ കൊണ്ടുപോകുന്ന ആള്. അല്ലേ അങ്ങനല്ലേ? നമ്മളെ എനിക്കറിയില്ല. ലൂസിഫർ നെഗറ്റീവ് ആയിട്ടുള്ള മാലാഖയാണെന്ന് അറിയാം. മരണത്തിന്റെ കൊണ്ടുപോകുന്ന ആള് അങ്ങനെ ഉണ്ടോ? ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അറിയില്ല അല്ലെ? ലൂസിഫർ എന്താ തിരിച്ചു വരുന്നു എന്നുള്ളതായതുകൊണ്ട്. ലൂസിഫർ എന്താ ചെയ്യുന്നത്? ലൂസിഫർ 2 മാലാഖമാരെ കുറിച്ച് പറയുന്നുണ്ട്, ഗബ്രിയേൽ, ലൂസിഫർ. അതിൽ ലൂസിഫർ നെഗറ്റീവ് ക്യാരക്ടറും നെഗറ്റീവ് ഇതും, ഗബ്രിയേൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആളായിട്ടും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ആധികാരികമായിട്ടുള്ള അറിവില്ല. ഓക്കെ നമുക്ക് പഠിച്ചെടുക്കും വേണം. ഏതായാലും നമുക്ക് ഹിന്ദു മിത്തോളജിയിൽ കാലൻ വന്ന് കൊണ്ടുപോകും. ഇസ്ലാം വിശ്വാസത്തില് പിന്നെ അസ്രായിൽ വന്ന് കൊണ്ടുപോകും. മരണത്തിന് മാലാഖമാരായിട്ട് പറയപ്പെടുന്നവരാണ്. ഏതായാലും ജീവിതം ഒടുങ്ങും എന്നതിൽ ഒരു സംശയവുമില്ല. ആ ജീവിതം ഒടുങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയോ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം. കുടുംബത്തിനൊക്കെ നമ്മൾ ഏതായാലും ചെയ്യുന്നുണ്ട്. അപ്പോ ലാസ്റ്റ് വന്ന ആളുകളോടും കൂടി ഒന്നും കൂടെ പറയാണ്, 1 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ ആയിട്ട് വരും, ജോയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ കിട്ടിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ പോകും. അപ്പൊ അതുവരെയൊക്കെ നിങ്ങൾ ഒരു ശാന്തമായ സ്ഥലത്ത് ഇരിക്കാൻ പറ്റുമോ നോക്കണം. പറ്റുമെങ്കിൽ ഇയർഫോൺ ഒക്കെ വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും മാത്രമായൊരു സീനായാൽ നന്നായിരുന്നു. നിങ്ങൾ ശല്യപ്പെടുത്താൻ ആരും വരാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും സമ്മതം വാങ്ങി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. കട്ടായ ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്?
ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതേ ഇതുമായി ലിങ്ക് തന്നെയല്ലേ? ഇത് ചോദിച്ചോളൂ ഒന്നുകൂടെ. ഇതേ ലിങ്ക് തന്നെയല്ലേ? ഇതേ ലിങ്ക്, സെയിം ലിങ്ക് തന്നെ നമുക്ക് കയറി വരാം. പുതിയ ലിങ്ക് ഇടുമ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത് പിന്നെ റെക്കോർഡിംഗ് ഇതേ ഉള്ളതല്ലേ. ലിങ്ക് തന്നെയല്ലേ? സെയിം ലിങ്ക് തന്നെ, സെയിം ലിങ്ക് തന്നെ നമുക്ക് വീണ്ടും കയറി വരാം. ഓക്കെ. ഏതായാലും എനിക്ക് കുറെ ആളുകളെ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഓൺലൈൻ ബാച്ച് തുടങ്ങണോ വേണ്ടെന്നുള്ള സംശയത്തിലാണ് ഞാൻ ഇപ്പോഴും, അതുകൊണ്ടാണ് ഡേറ്റ് ഫിക്സ് ചെയ്യാത്തത്. നമുക്കത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. നമുക്ക് വിവിധ രാജ്യങ്ങളിലെ കുറെ ആളുകളുണ്ട്. അവർക്ക് കുറെ ആളുകൾക്ക് ഇനിയും കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട്, ഇന്ത്യൻ സമയം ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം എന്നൊരു അഭിപ്രായമാണ്. അത് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. എനിക്കൊരു 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം, ഒരു 4 മണിയാകുമ്പോൾ എണീക്കും വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിന് സമ്മതിക്കാത്തത്. അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷൻ